ഇഷ്ടമൂതിയിടുവാൻ പെണ്ണമടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. അനുമോൾക്ക് വാപ്പിച്ചി പാടുന്ന പാട്ടിൽ ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാ? എന്ത് ചെയ്താലും ഇഷ്ടമാണ്. വാപ്പിച്ചാണ് ഹീറോ അല്ലേ? ഇഷ്ടം പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവനക്കത് പറയാൻ മടിയാ. ഈ കാലഘട്ടത്തിൽ എല്ലാവരും അത് തുറന്നു പറയും. പക്ഷെ ആ സമയത്ത് അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ തൻ്റെ വീട്ടിൽ ഈ പാട്ട് പ്ലേ ചെയ്യും, അപ്പുറത്തെ വീട്ടിലേക്ക് ഇത് കേൾക്കാൻ വേണ്ടി. എത്ര നാൾ കാത്തിരുന്നു ആ പാട്ട് വന്ന വഴി എങ്ങനെയായിരുന്നു? ഇതുപോലെ എന്തെങ്കിലും പ്രണയത്തിന് ആലോചിച്ച് വന്നതാണോ? അത് ഭയങ്കര അത് സംഭവമാണല്ലോ. ഞാൻ കല്യാണം കഴിക്കുന്ന ഏകദേശം 20-ാം വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. 10-ാം വയസ്സിൽ തന്നെ ഞാനൊരു പള്ളിയിൽ പഠിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കുകയാണ്. ആ പ്രണയം ഉണ്ടായിരുന്ന സമയത്താണ് ഈ വരികൾ എഴുതിയത്. അപ്പൊ ഈ വിരഹഗാനങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞല്ലോ, പെട്ടെന്നല്ല കല്യാണം കഴിഞ്ഞു എൻ്റെ 20. അപ്പോൾ പിന്നെ എൻ്റെ വെറും വിരഹം മാത്രമല്ല. ഞാൻ അതിൽ നിന്നൊക്കെ മാറി പിന്നെ ഞാൻ അന്നമോളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു വിരഹത്തിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നുമില്ല. ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാലവളിൽ പെരുന്നാളിൻ പൊലിവാണ്. ഇവിടെ സ്കൂളിൽ പോകുന്ന പോലെ എനിക്കിഷ്ടമില്ല ആഗ്രഹം. പിന്നെ ആ സമയത്ത് ലെറ്റർ എഴുതുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, വിരലൊക്കെ കട്ട് ചെയ്ത് ബ്ലഡ് കൊണ്ടൊക്കെ പേര് എഴുതിയിട്ടൊക്കെ അങ്ങനെയൊക്കെ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 90s കിഡ്സിൻ്റെ ഒക്കെ എന്താ പറയുക, സ്കൂൾ ലൈഫും നമ്മുടെ ആ ഒരു ടൈമിൽ ഈ പ്രണയത്തിൻ്റെ ഒക്കെ കുറച്ചുകൂടി മധുരം കൂട്ടിയ ഒരുപിടി അടിപൊളി ആൽബം സോങ്സിൻ്റെ സുൽത്താനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ പാട്ടും അതിലെ ചില വരികളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ബ്രേക്കപ്പ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ പാട്ട് കേട്ടാലുണ്ടല്ലോ എന്നെ പിന്നെ പരിസരം നോക്കാതെ നമ്മൾ കരഞ്ഞു. അങ്ങനത്തെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താനാണ്, സിംഗറാണ്, ഗാനരചയിതാവാണ്, ആക്ടറാണ് ആൻഡ് വാട്ട് നോട്ട് എല്ലാമാണ്. എന്തോ വല്ലാത്തൊരു മുഹബത്താണ് ഇങ്ങനോട് എല്ലാവർക്കും. നമുക്ക് വെൽക്കം ചെയ്യാം സലിംക ആൻഡ് സലിംകയുടെ മാലാഖക്കുട്ടി ഹന്നമോൾ. വെൽക്കം ടു ദി ഷോ. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായിരുന്നു സ്കൂളിൽ പോവാതെ? എന്താ പോവാതെ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ വാപ്പച്ചിന്റെ ആരാ? ഭാഗ്യാണോ? ആരോ പറഞ്ഞ? വാപ്പച്ചി പറഞ്ഞോ? എല്ലാരും പറഞ്ഞല്ലേ? ഹനുമോൾക്ക് വാപ്പച്ചി പാടുന്ന പാട്ടിൽ ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാ? എന്നാലും ഒരെണ്ണം. എല്ലാരും ഇഷ്ടമാണോ? എല്ലാതും ഇഷ്ടമാണോ? എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്ത് ചെയ്താലും ഇഷ്ടമാണ്. വാപ്പിച്ചാണ് ഹീറോ അല്ലേ? വാപ്പിച്ചിനാണ് കൂടുതൽ ഇഷ്ടം, ഉമ്മച്ചിനാണ് കൂടുതൽ ഇഷ്ടം? അതെങ്ങനെയുണ്ട്? ഡിപ്ലോമാറ്റിക് ആയി കുട്ടി. ഓക്കെ. അപ്പൊ വാപ്പിച്ചിന്ന് ചോദിച്ചാൽ ആരാ? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ, ഞാൻ 9th 10th പഠിക്കുമ്പോൾ മറ്റേ ഞാൻ കിട്ടിയ പെണ്ണൊക്കെ ഇറങ്ങിയപ്പോൾ അതൊരു ട്രെൻഡായിരുന്നു. പാട്ട് ഓർമ്മയുണ്ടോ? പാടാറുണ്ടോ? അതൊന്നും അറിയില്ല അല്ലേ? ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആ പാട്ടൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. സലിം കോടത്തു എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ. എത്ര പാട്ടുകളാ! എന്നിട്ടും ആ പ്രേമം പൊട്ടുമ്പോഴും ഇതേ പാട്ടുകൾ തന്നെ ഞങ്ങൾ കേൾക്കും, വിഷമിക്കും. അപ്പൊ സലീംക ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു സമയത്ത് ഞാൻ കിട്ടിയപ്പോ ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 15 കൊല്ലം അല്ലേ? 15 വർഷമായി ഞാൻ കിട്ടിയപ്പോ ഇറങ്ങിയിട്ട്. ആ പ്രായത്തിൽ പ്രേമുണ്ട്. അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടാവില്ലേ ചെറിയ ക്രഷ് ഒക്കെ? ഞാനെന്നാലും അത്രണ്ട് പ്രായം പ്രതീക്ഷിച്ചില്ല. എനിക്കും നല്ല പ്രായമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കും മസ്താനിക്ക് എത്ര വയസ്സുണ്ടോ? അതെന്നിവിടെ വെളിപ്പെടുത്തി. പക്ഷെ ഞങ്ങളത് കട്ട് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടത്ത് ഭയങ്കര ഹിറ്റ്
ഒരു ഓളം ഉണ്ടാക്കിയ കുറെ പാട്ടുകളുടെയൊക്കെ ഒരു ആളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സ്റ്റിൽ ആ ഒരു ഫാൻ ബേസ് ഉണ്ട്. എന്ത് തോന്നുന്നു? അല്ല, അത് എന്താന്ന് വെച്ചാലേ നമ്മള് വലിയ, ഞാൻ എളിമുണ്ടാക്കി പറയല്ല, നമ്മളൊന്നും വലിയ സംഗീതം പഠിച്ച ആളല്ല, എപ്പോഴും സംഗീതത്തെ കുറിച്ചൊന്നും അറിയില്ല. കുറേ പ്രണയിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പ്രണയം നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉള്ള ഒരു സമയത്ത് അവർക്ക് ചില ആളുകളോട് പറയാനുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയ പാട്ടുകൾ, ഞങ്ങൾ പാടിയ പാട്ടുകളൊക്കെ. അതുകൊണ്ട് മാത്രം വിജയിച്ചു പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എന്താണെന്ന് വെച്ചാൽ അന്നൊരു കുട്ടിയോട് ഇഷ്ടം പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവനക്കത് പറയാൻ മടിയാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും അത് തുറന്നു പറയും. പക്ഷെ ആ സമയത്ത് അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ വീട്ടിൽ ഈ പാട്ട് പ്ലേ ചെയ്യും, അപ്പുറത്തെ വീട്ടിലേക്ക് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു കുറേ ആളുകൾ ഇഷ്ടം പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെയുള്ള പാട്ടുകൾ നോക്കിയിട്ടാണ് ഞങ്ങൾ എഴുതിയിരുന്നതും. അപ്പോൾ ഈ പ്രണയം അതേപോലെ തന്നെ വിരഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ കലാകാരന്മാരായി അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ അതൊരു നല്ല ജീവിതത്തിൽ, നമ്മളെ ജീവിതത്തിൽ നമ്മളെ ആഗ്രഹങ്ങളും അതേപോലെ ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ആ പാട്ടുകൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അഭിമാനം തന്നെയാണ്. ചില സമയത്ത് ഇപ്പൊ സ്കൂളിലാണെങ്കിലും പാടൊക്കെ ചെയ്യും ഈ ചില വരികളൊക്കെ, പിന്നെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുക്കും. കാണുന്നുണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ. അപ്പോൾ സലീംക്കാർക്കും ശരിക്കും ഞങ്ങളുടെ വെറൈറ്റി മീഡിയ തമ്മിൽ ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ ഞങ്ങളുടെ വെറൈറ്റി മീഡിയയുടെ ഒരു ദേശീയഗാനാണ് നമ്മുടെ. ശരിക്കും സലീംക്കാല ഒരു ഗായകനെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ വന്നത് മറ്റേ എത്ര നാൾ ആ ഒരു സോങ് അല്ലേ, അതിലെ മറ്റേ ലിറിക്സ് ഇല്ലേ, ഇഷ്ടമോതിടുവാൻ. ആ സാധനം ഞങ്ങളുടെ ചാനലില് വരുന്നവരും പോണവരും ഉള്ളവരും എല്ലാരും പാടുന്ന ഒരു സോങ്ങാ. അത് ഞങ്ങളുടെ ദേശീയ ഗാനമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക, കോപ്പറേറ്റ് ചെയ്തത്. ഇപ്പോഴും എന്റെ ദേശീയ ഗാനം അതല്ലേ, അത് പാടാത്തൊരു സ്റ്റേജും ഇല്ലല്ലോ. ഇല്ല, സ്റ്റിൽ അതിപ്പോ സ്റ്റിൽ ട്രെൻഡ് ആയിട്ടുണ്ട് വീണ്ടും. അതെ അതെ. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലെ ഗാനമേളകളിലായാലും ഇപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാ ഗാനങ്ങളിലും ആ പാട്ട് ഇപ്പോഴും ഉണ്ട്. ആ പാട്ട് എന്താന്ന് വെച്ചാൽ ആ പാട്ട് വലിയ ഭാഗ്യമുള്ളൊരു പാട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ഞാൻ പാടിയതിൽ ആ പാട്ട്. ആ സമയത്ത് ഞാൻ പാടി അന്ന് കുഴപ്പമില്ലാത്തൊരു ഹിറ്റായി ആ പാട്ട്. അതിനുശേഷം ചില അറബികൾ എടുത്ത് പാടിയിട്ട് ഇടയ്ക്ക് ഹിറ്റാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഡാൻസ് ചെയ്തിട്ട് ഹിറ്റാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ബംഗാളി പാടിയിട്ട്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ സാധനം അങ്ങനെ വൈറലായി വരുന്നതാണ്. പക്ഷെ അത് ഫിലിമിലെത്തിയപ്പോൾ അതൊരു അപ്പോഴാണ് ആ പാട്ടിന്റെ വിലയും മനസ്സിലായത്. അതറിഞ്ഞതോടുകൂടി ആ പാട്ടിന്റെ റേഞ്ച് അങ്ങ് മാറി. പിന്നെ കാരണം അന്ന് ഈ പാട്ടുകളൊക്കെ പാടുന്ന സമയത്തൊക്കെ തന്നെ ഈ ചില ആളുകൾ പറയല്ലോ, ഒരു നെയ്ച്ചൂർ പാട്ട് അല്ലെങ്കിൽ ഒരു പുളിഞ്ചാറ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നോക്കി നോക്കുമ്പോൾ ഇത് ഫിലിമിലെത്തിയ സമയത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് അത് സ്റ്റോറി ഇട്ടിട്ടും അല്ലെങ്കിൽ റീൽസ് ചെയ്തിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ അത് ഫിലിമിലെത്തിയപ്പോഴും ആൽബത്തിലുള്ളപ്പോൾ ആൽബത്തിനെപ്പോഴും ചില ആളുകൾ ഒരു രണ്ടാം ഗേഡായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ഫിലിമിലെത്തിയപ്പോഴാണ് ശരിക്ക് അതിൻ്റെ ഡയറക്ടർ, ആ ഫിലിമിൻ്റെ ഡയറക്ടർ പൊന്നാനിക്കാരൻ അഷ്റഫ് ഹംസ, മൂപ്പരാൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആ പാട്ട് ആവശ്യപ്പെട്ട സമയത്ത് എന്നോട് പറഞ്ഞു ആ പാട്ടിന് കിട്ടിയതിൻ്റെ ഒരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പാട്ടെടുക്കുക. അപ്പോൾ ഞാൻ ചിന്തിപ്പിച്ച എന്തെന്ന്, ഇവർക്ക് കാരണം വിഷ്ണു വിജയ് സാറാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന് നല്ല പാട്ടുകൾ ചെയ്യാറ്. ഈ പാട്ട് അതിലേക്ക് ആവശ്യം, ഇത് വെറുതെ പറയാവുന്ന ആവശ്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പടം. ഞാനൊട്ടാ ഈ പാട്ട് ഇനി ഒരു ഹിറ്റ് എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇതേപോലെ ഒരിക്കൽ ഞാൻ കരിമീൻ കഴിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് ലുക്കുമാനെ കണ്ടു. ലുക്കുമാൻ ഞങ്ങളുടെ അടുത്ത നാട്ടുകാരാണ്. അപ്പോൾ ലുക്കുമാനെ ആദ്യമായിട്ടാണ് കാണുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ ഫിലിമിൽ നിങ്ങളെ അപ്പോഴാണ് ഞാൻ അത് ഉറപ്പിച്ച ആ പാട്ട് ആ സിനിമയിൽ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, സിനിമയുടെ കാര്യമല്ലേ. പക്ഷേ ഈ സിനിമ റിലീസായ സമയത്തും എൻ്റെ ടെൻഷൻ എന്താ വെച്ചാൽ ആ സിനിമയുടെ ഡയറക്ടർ ഇത്ര അധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ 2 സോങ്സുകൾ പുറത്തു വിട്ടു, അതൊക്കെ ഓൾറെഡി ഹിറ്റായി. ഇനി എൻ്റെ ഈ പാട്ട് കാരണം ആ സിനിമക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കാരണം എന്തിനാണ് ഒരു ആൽബത്തിലെ പാട്ട് കൂടുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുമെന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കണ്ട് മാറി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി ആ പാട്ട്. അതെ, ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡായി. അപ്പോൾ ഇപ്പൊ ഞാനാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ചെറുതിലെ കേട്ട പാട്ടുകളിലേക്ക് ആ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ആള്. അപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവില്ലേ ആ പാട്ട് ഇറങ്ങി എത്ര വർഷമായി. വേണ്ട, ഇനി അത് പറയണ്ട. പക്ഷെ നമുക്ക് ആ പാട്ട് സലീംക്കാടെ നമ്മുടെ മുന്നിൽ ലൈവായിട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ലിറിക്സ് തൊട്ട് പറഞ്ഞേ. ഇഷ്ടമോതിടുവാൻ പെണ്ണമടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം
നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവിലായി മധുറും പൂവാകുമോ, എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. ആ ലിറിക്സ് അത്ര നല്ല ലിറിക്സ് ആണല്ലേ, അതൊക്കെ എപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അതുകൊണ്ടല്ലോ അത് എത്ര ഹിറ്റായത്. അതല്ലേ. അപ്പോൾ എത്ര നാൾ പല ആളുകളും ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പാടിയില്ല. അതും കൂടി പറയാൻ എനിക്കൊരു വേദി കിട്ടാത്തതുകൊണ്ട് പറയാം. ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ എത്ര നാൾ അവരെന്നെ കൊണ്ട് പാടിച്ചു. ആ സമയത്ത് എൻ്റെ സർജറി കഴിഞ്ഞ സമയമാണ്. പിന്നെ എൻ്റെ തൊണ്ടയിൽ ത്രോട്ടിൽ അസിഡിറ്റി കയറിയിട്ട് പൊള്ള വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര സ്ട്രെയിനും വോക്കൽ ഗെയിന് വളരെ കുറഞ്ഞു പോയി. തുടർച്ചയായിട്ട് പ്രോഗ്രാം വരുന്നു ആ സമയത്ത്. അങ്ങനെ നോമ്പ് 1-നാണ് ഞാൻ പാടിക്കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ആ പാടിയിൽ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ, കാരണം കുറേ ദിവസം പ്രോഗ്രാംസ് ആയതുകൊണ്ടാണ്. പെരുന്നാളിന് റിലീസാ ഫിലിം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ സർജറി കഴിഞ്ഞ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് പറയുന്നത്, ഈ നിമിഷം മുതൽ 1 മാസം വരെ സലീം സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു സിനിമയുടെ ഒരു പാട്ട് പാടി പറഞ്ഞു. എന്നോട് പറ്റില്ല, അങ്ങനെ ആയാൽ സലീമിൻ്റെ ശബ്ദം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ പാട്ട് എനിക്ക് പാടാൻ പറ്റാതെ. എന്നിട്ട് അവരെന്നെ ടെൻഷൻ അടിക്കേണ്ട വെച്ചിട്ട് ഞാൻ പാടാൻ അയച്ചു കൊടുത്ത പാട്ടില്ലേ, അത് അവർ ആ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് അവർ വെച്ചു. അത് അവർ ചെയ്തു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല അതെല്ലാം ഉണ്ടാവുന്നു. അപ്പോൾ അതായിരുന്നു ആ പാട്ട് എനിക്ക് പാടാതെ പോയതും. ഇന്ന് ടോണ് തിരിച്ചിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടിയിട്ടൊക്കെ കിട്ടുമായിരിക്കും. ഇപ്പൊ വാപ്പിച്ചി ഇപ്പൊ എങ്ങനെയാ? വാപ്പിച്ചി വഴക്ക് പറയാറുണ്ടോ? ഇല്ലേ, ഒട്ടും വഴക്ക് പറയാറില്ലേ? ഉമ്മച്ചിയോ? ഉമ്മച്ചി വഴക്ക് പറയാറുണ്ടല്ലേ? അപ്പൊ മനസ്സിലായി വഴക്ക് പറഞ്ഞില്ല മോളെ. ഇല്ല അല്ലേ? ഞാൻ വേറൊരാളെ ഉമ്മ വെക്കുന്നത് ഇഷ്ടമില്ല. മറ്റേ രണ്ടാളോട്ട് കൂടുതൽ അടുക്കുന്നത് ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് മുഖം ഒന്ന് കറുത്ത് നോക്കിയാൽ പോലും അവൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ അവളായിട്ട് ഇതുവരെ വഴക്കിട്ടിട്ടില്ല, പിണങ്ങിയിട്ടില്ല. മറ്റേ ഞാൻ കിട്ടിയ പെണ്ണിലെ ലിറിക്സ് ഉണ്ടല്ലോ, ഞാനൊന്ന് പിണങ്ങുന്ന. പക്ഷെ വാപ്പിച്ച് ഇപ്പൊ ഒരു പാട്ട് പാടി. അപ്പോ ഹനമോള് ഒരു പാട്ട് പാടണം എന്നാണ് നമ്മളുടെ ഡീൽ. ഓർമ്മയില്ലേ? അപ്പൊ അന്നമോളെ പാട്ടന്നെ ആയിക്കോട്ടെ. എന്നാ ഒന്ന് പാടാം. അന്നമോള് മമ്മൂക്കാടെ ഒപ്പം അവാർഡ് വാങ്ങുന്ന സമയത്ത് മമ്മൂക്കാടെ നിന്ന് അവാർഡ് വാങ്ങുമ്പോൾ പേടിച്ചിട്ട് മുറിഞ്ഞു പോയി ആ പാട്ട്. ആ പാട്ട് തന്നെ ആയിക്കോട്ടെ. പാടിക്കോ. കുഞ്ഞിളം കയമിൽ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊത്തുചാലിന് അറ്റകിടി പോകും നേരം മണ്ണിടിത്തുവൽ കൊണ്ട് കൂടൊഴുക്കാൻ വാ, തനിമയെന്ന് കുഞ്ഞാണിക്കാട്ടെ തനിമ അടിച്ചു നടക്കാം, നാട്ടിൻപാദസരങ്ങൾ കിടക്കാം, ഒന്നി മുഞ്ചാടിക്കൊണ്ടിടണം. ഈ പാട്ട് മമ്മൂക്കക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും നമ്മൾ. അതെ, അന്ന് മമ്മൂക്കക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അന്ന് മമ്മൂക്ക ഉള്ള ഒരു സ്റ്റേജ് അല്ലേ. അപ്പോൾ മമ്മൂക്കയുടെ ഫിലിമിലൊരു സോങ് തന്നെ പാടാന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ പാട്ട് പാടുന്നത്. സത്യത്തിൽ ആ പാട്ട് ഇവിടെ അന്നാ പഠിക്കുന്നത്. അപ്പൊ പിന്നെ ആ ടെൻഷനും ആരെ കൂടെ നിൽക്കുന്നത് അകലെ മറന്നു പോയതാ. എന്നിട്ട് ഇനി എന്തെങ്കിലും ഒരിക്കൽ അതേപോലെ സ്റ്റേജിൽ പാടണമെന്നുണ്ടായിരുന്നു ആൾക്ക്. അത് പറയാറുണ്ട് എപ്പോഴും. ഓക്കെ, മമ്മൂക്കനെ കണ്ട ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ അന്ന് കാണുന്നത്? പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഫേവറേറ്റ് ആക്ടർ വേറൊരാളാണ്. അതെ, മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഞാൻ ഈ അവാർഡ് കിട്ടിയത് തലേ ദിവസം അവർ വിളിച്ച സമയത്ത് ഞാൻ സ്കൂളിലേക്ക് വിളിച്ചു. സ്കൂളിൽ വിളിച്ചിട്ട് ടീച്ചറോട് അന്നമോൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് അന്നമോളോട് പറഞ്ഞു ഞാൻ അവാർഡ് കിട്ടിയിട്ട് മമ്മൂക്കാണ് മോൾക്ക് അവാർഡ് തരാം. അപ്പോഴും എന്നോട് ചോദിച്ചത് ദിലീപേട്ടൻ്റെ മോനാ. അപ്പോൾ അതെന്തോ ദിലീപേട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടന് പിന്നീട് കണ്ട് സൗദിയിലൊരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പറഞ്ഞു ദിലീപേട്ടനോട് ഇഷ്ടം പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഒക്കെ ഇവളൊരു 4-5 വയസ്സുള്ള സമയത്താന്ന് തോന്നുന്നു ദിലീപേട്ടനെ കാണണം അതാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പോലെ അതിന് ട്രൈ ചെയ്യുന്നു. പിന്നെ കോവിഡ് ഇതൊക്കെ വന്നിട്ട് നീണ്ടുപോയ പക്ഷെ ഇപ്പോൾ കാണാൻ സാധിച്ചു. പിന്നെ ഇവളിലൂടെ എൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചു. മമ്മൂക്കയൊക്കെ ഞാൻ മമ്മൂക്ക നേരിട്ട് കണ്ടിട്ടുണ്ട് 1-2 വട്ടം. പക്ഷെ അടുത്ത് നിൽക്കാനൊന്നും കണ്ടിട്ടില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റേജൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ കമ്മത്തിൻ്റെ സെറ്റിലാണ് കാണുന്നത്. അവിടെ പോയി കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനുള്ള അനുമതി തന്നു. ഫോട്ടോഗ്രാഫർ വരച്ചിട്ട് ആ ഫോട്ടോ ബ്ലറായിട്ടാണ് സത്യത്തിൽ കിട്ടിയത്. പിന്നീട് കാണുന്നത് ഒരിക്കൽ ഞാനും താമസിക്കുന്ന അതേ ഹോട്ടലിൽ മമ്മൂക്ക താമസിക്കുന്നു. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ട് മൂപ്പരാള് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ചെന്നു. അപ്പോൾ കൂടെയുള്ള ആളുകളൊന്നും ഞാൻ പറയുന്നില്ല. അവർ പറഞ്ഞു അത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ല ഒരു ബുദ്ധിമുട്ട് ഒരു സെലിബ്രിറ്റിയുടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ സൂര്യ പറഞ്ഞിട്ട് പോകും. പക്ഷെ അതൊക്കെ എനിക്ക് ഒരു 4-5 മണിക്കൂർ മമ്മൂക്കയെ തൊട്ടടുത്ത് കാണാൻ പറ്റി, സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയൊക്കെ അന്നമോളൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷെ അതങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ കിടക്കും. പക്ഷെ എപ്പോഴെങ്കിലും അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാനൊന്നും തേടിപ്പോയില്ല എന്നുള്ളതാണ്. ഒക്കെ എന്നിലേക്ക് വന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച ഒന്നറിയപ്പെടണം, ഒരു പാട്ട് എഴുതുന്ന പാട്ടുകാരൻ എന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നറിയപ്പെടുന്ന ഒരാളാവണം. അപ്പം ആളുകൾക്കിടയിൽ വിലയില്ലാത്ത ഒരാൾക്ക് ഒരു വിലയുള്ള ആളാവണം എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത്. പക്ഷേ പിന്നീട് ഞാൻ പാട്ടുകാരനായി മാറുന്നു. ഞാൻ ചെറിയൊരു ബൈക്ക് എടുക്കാൻ ആഗ്രഹിച്ച് ഞാൻ പിന്നീട് കാറിലേക്ക് എത്തുന്ന. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് ഓടുമേയണം എന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ അതിൽ നിന്നൊരു ചെറിയതായിട്ടാണെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് പോകാൻ, അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും എന്നിലേക്ക് വന്നു ചേർന്നു. ഞാൻ തേടിപ്പോകാതെ തന്നെ എന്തെങ്കിലും ഒരിക്കൽ ഒരു സ്ക്രീനിൽ എൻ്റെ പേര് എഴുതി കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറയാതെ തന്നെ സുലൈഖ മനസ്സിലൂടെ അതും സഹായിച്ചു. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അതിൽ പേര് കാണിച്ചു. അപ്പോൾ അതെല്ലാം എന്നിലേക്ക് ഇങ്ങനെ വന്നു ചേർന്നു. ഞാൻ അതുപോലെ തന്നെ ഞാനൊരു ഫിലിമിൽ ആക്ട് ചെയ്തിരുന്നു, ഉൾക്കാഴ്ച. അതിലും നല്ല വേഷം ലഭിച്ചു. പക്ഷെ അതിൽ ഭയങ്കര വാല്യൂ ഉള്ള നടന്മാർ എല്ലാവരും വാല്യൂ ഉള്ളവരാണെങ്കിൽ കൂടി അതിൽ ഭയങ്കര ഫെയിമുള്ള ആളുകളില്ലാത്തതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കാൻ പോയൊരു പടം. ആ ഫിലിം അതിലും അവസരം കിട്ടുന്ന ഇതുപോലെ എന്നിലേക്ക് തേടിയെത്തിയത്. അപ്പം എല്ലാം കൊണ്ടും ഞാൻ അങ്ങനെ ഒരു ഭാഗ്യവാനാണ്. പക്ഷെ നമ്മളെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാവണം. ഇപ്പൊ ഈ ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ എത്ര നാള് കാത്തിരുന്നു, ആ പാട്ട് വന്ന വഴി എങ്ങനെയായിരുന്നു? ഇതുപോലെ എന്തെങ്കിലും പ്രണയത്തിനെ ആലോചിച്ച് വന്നതാണോ? അത് ഭയങ്കര അത് സംഭവമാണല്ലോ. അതേ നമ്മൾ പ്രണയം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ജീവിതത്തിലാണ്. ഞാൻ കല്യാണം കഴിക്കുന്ന ഏകദേശം 20-ാം വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഒരു 15 എൻ്റെ ചെറുപ്പകാലമൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒരു കളിക്കാനോ ഇതിനൊന്നിനും പറ്റിയില്ല. കാരണം 10-ാം വയസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഞാനൊരു പള്ളിയിൽ പഠിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കായിരുന്നു. പിന്നീട് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഞാൻ തിരിച്ചു വരുന്ന ഒരു 15 വയസ്സ് 16 വയസ്സ് വരെ ഞാൻ ആ ഒരു മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി കളിക്കുന്ന ഒരു പ്രായത്തിൽ ഒന്നും കളിക്കാനോ കുടിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോൾ പിന്നെ അത് പാതി വഴിയിൽ ഞാൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ടായി എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കാന്ന് പറയുന്നു ഇപ്പറ്റി. അങ്ങനെ അതിന് ചേർത്ത് അതും പാതി വഴിയിലിട്ടിട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്യാണ്, ഗുജറാത്തിൽ പോയി. അവിടെ ഒരു 8 മാസം അവിടെ ജോലി ചെയ്തു. ഈ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പാട്ടുകൾ വെറുതെ ഉണ്ടാക്കും. എനിക്ക് അന്നും മാപ്പിളപ്പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. MG സാറിൻ്റെ പാട്ടുകൾ ഞാൻ മാപ്പിളപ്പാട്ട് എപ്പോഴും കേൾക്കും. എനിക്ക് മാപ്പിളപ്പാട്ട് അന്നും ചെയ്യാൻ, അന്ന് ഞങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനെ മാപ്പിളപ്പാട്ട് കേൾക്കുന്ന ആളുകളും ഇല്ല. അത് അന്ന് നമ്മളെ വീട്ടിൽ കറണ്ടും ഇല്ല. പക്ഷെ ഓരോ കടകളിലൊക്കെ പോയിട്ടൊക്കെ ഇത് കേൾക്കുക. ആ ഒരു 16-17 വയസ്സ് മുതൽ ഈ 20 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ പറയിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പറയിപ്പിച്ചു ഞാൻ എൻ്റെ നാട്ടിൽ. ഒരു ചെറിയ
ഒരു പ്രണയത്തിൻ്റെ ഒക്കെ പേരിൽ. അപ്പോൾ അന്ന് അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് തിരിയുന്നതും കുറേ പ്രണയഗാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയില്ല, നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതല്ല ജീവിതം, നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് ഏറ്റവും വലിയ പാഠം. ആ പാഠത്തിൽ നിന്ന് ഉത്ഭവിച്ച പാട്ടുകളാണ് എല്ലാം എൻ്റെ പാട്ടുകളൊക്കെ. അപ്പൊ അതായത് ആ പ്രണയം ഉണ്ടായിരുന്ന സമയത്താണ് ഈ വരികൾ എഴുതിയത്. അപ്പൊ ഈ വിരഹഗാനങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞല്ലോ, പെട്ടെന്നല്ല കല്യാണം കഴിഞ്ഞു എൻ്റെ അപ്പൊ പിന്നെ എൻ്റെ വെറും വിരഹം മാത്രമല്ലേ. അപ്പൊ പിന്നീട് ഞാൻ ഒരു തവണ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അതിലെ വരികളെ കുറിച്ചിട്ട് ഇതേപോലെ വിരഹമുള്ള ആളുകൾ പറയുമ്പോൾ പിറ്റത്തെ പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ വിരഹം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഉള്ളിൽ വിരഹങ്ങൾ കൂടി വരുമായിരുന്നു. പക്ഷേ ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 10 വർഷമായിട്ട് എനിക്കങ്ങനെ വിരഹം വരുന്നില്ല. അത് ഞാൻ അതിൽ നിന്നൊക്കെ മാറി. പിന്നെ ഞാൻ അന്നമോളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു വിരഹത്തിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നുമില്ല. വെറും അന്നമോളെ മാത്രം ഫോക്കസ് ചെയ്ത് അവളെ ലോകത്തിലെ ചുരുങ്ങി. അത് നമ്മൾ പല ആളുകളും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇവളെ സ്കൂളിൽ പോകുന്ന പോലെ എനിക്കിഷ്ടമില്ല. അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ ഇതേപോലെ ഉച്ചക്ക് പോയി എടുത്തോണ്ട് വരും. പിന്നെ സ്കൂളിലാത്ത ദിവസം ഇവള് എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ അവളിവിടെ സ്കൂളിൽ പോയ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പ്രോഗ്രാംസിന് പോയി കഴിഞ്ഞാലും അവിടെ ഒന്നും ഞാൻ എന്നെ വല്ലാതെ മിസ് ചെയ്യും ഞാൻ. അപ്പം ഞാനിങ്ങനെ ഇവള് സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് വല്ലാതെ പ്രയാസപ്പെടുന്ന അന്നമോള് വല്ല പോയി എടുത്തു കൊണ്ടുവന്നാലെന്ന് തോന്നുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കോള് വരും, അന്നമോള് വയറുവേദന എന്ന് പറഞ്ഞു പറഞ്ഞിട്ട്. അത് കറക്റ്റ് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന അപ്പോൾ ആ സമയത്ത് തന്നെ കോള് വരുന്നു, ഞാൻ പോയി സന്തോഷം. അതുപോലെ ഞാൻ എങ്ങോട്ടേലും പോകുന്ന സമയത്താണെങ്കിൽ ഈ അന്നമോളാണ് എനിക്ക് എപ്പോഴും കോൾ ചെയ്യുക. എപ്പോഴും വിളിച്ചിട്ട് എപ്പോൾ എത്തും, ഭക്ഷണം എടുത്ത് വെക്കുന്നു, പാക്ക് ചെയ്ത് ഡ്രസ്സ് എല്ലാം അന്നമോളെ ആണ് തീരുമാനിക്കുക. അപ്പോൾ എപ്പോഴും ഇവളിലേക്ക് മാത്രമായിട്ട് ഞാനത് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനുശേഷം ഞാനങ്ങനെ എഴുതാറില്ല. പക്ഷെ അതിലിപ്പോ വരിയുണ്ടല്ലോ എന്താ ഒരുപാട് എത്ര നാള് കാത്തിരുന്നു. അപ്പൊ ഒരുപാട് നാളിങ്ങനെ കാത്തിരുന്നു. അന്നത്തെ പ്രണയം ഇന്നത്തെ പ്രണയം പോലെ ആയിരിക്കില്ലല്ലോ, ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അന്നത്തെ വലിയ സംഭവം, അന്നത്തെ പ്രണയത്തിന് ഭയങ്കര സംഭവമാണ്, പവിത്രത ഇന്നത്തെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഒരാളോട് ഇഷ്ടം തോന്നിയത് ആ സമയത്ത് തന്നെ പറയാം. പക്ഷെ അന്ന് നമ്മൾ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ ഒരു വലിയ സമൂഹത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പേടിക്കണം, ഭയങ്കരമായിട്ട് പേടിക്കണം. അന്ന് പ്രണയിക്കുന്ന ഒരാളുണ്ടായി കഴിഞ്ഞാൽ അയാൾ ഒരു പെൺകുട്ടിയോട് പ്രണയം പറഞ്ഞെന്ന് ആ സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടുത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി. കാരണം എല്ലാ ആളുകളും ആ പെൺകുട്ടിയോടും പറയാ അവൻ മോശക്കാരനാണ്. ഇന്നത്തെ കുറേ ആളുകളിൽ ഉണ്ടാവുന്ന കുരുത്തക്കേടുകളൊന്നും പോലും അന്നില്ല സത്യത്തിൽ. എന്നാൽ പോലും അത് വലിയൊരു കുറ്റക്കാരനായിട്ട് ആളുകൾ കാണാം. പ്രണയിക്കുന്നത് തെറ്റ്. ഒരു ഇന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ വീട് റോഡ് സൈഡിലല്ലേ, ഇതിലൂടെ കൈ കോർത്ത് പിടിച്ചിട്ടൊക്കെ കുട്ടികൾ ആണുങ്ങളും പോകുന്നത് കാണുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇഷ്ടമല്ലാത്തൊരു കുട്ടിയോട് വെറുതെ നമ്മൾ സംസാരിക്കുക, ഹലോ എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ട ആ കുട്ടിയുടെ വീട്ടിൽ പരാതി എത്തി. ഇങ്ങനെ ഒരാളായിട്ട് സംസാരിക്കുന്നത് കണ്ട് ആ കുട്ടിക്ക് പൊതിരെ തല്ലി, ആ കുട്ടി പാവം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മളൊരു പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റായി നമ്മൾ ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ട് കാണുന്നതും പിന്നീട് എവിടെ പോയാലും നമ്മൾ ആ കണ്ണിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അതുമാത്രമല്ല ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കത്തിലൂടെ. അപ്പോൾ ആദ്യത്തിലൊക്കെ ഞാൻ ലവ് ലെറ്റർ കൊടുത്തിട്ട് കുറേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടുന്നത്. അത് പോക്കറ്റിൽ വെച്ചിട്ട് പിന്നത്തെ ലെറ്റർ കിട്ടുന്ന വരെ നമ്മൾ ആ കത്ത് കിട്ടുന്ന വരെ നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കും. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ചുരുങ്ങി വന്ന് പിന്നെ ഡെയിലി രാവിലെ കൊടുത്ത വൈകുന്നേരം കിട്ടുന്ന തരത്തിലേക്കൊക്കെ ഉണ്ട്. അത് ഈ എൻ്റെ വീട് പണിയുന്ന ആ സമയം വരെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇപ്പം അത് എവിടെ മിസ്സായിന്നറിയില്ല, കുറേ ലെറ്ററുകൾ ഉണ്ടായിരുന്നു, സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ വീട് പൊളിച്ച് ഒരു റെൻറ്റിന് ഒരു വീട്ടിലേക്ക് മാറി. അവിടെ നിന്ന് എങ്ങാനാണ് മിസ്സായി. കുറേ ലെറ്ററുകൾ ഉണ്ടായിരുന്നു, നല്ല ലെറ്ററുകളായിരുന്നു. പിന്നെ ആ സമയത്ത് ലെറ്റർ എഴുതുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ വിരലൊക്കെ കട്ട് ചെയ്ത് ബ്ലഡ് കൊണ്ടൊക്കെ പേര് എഴുതിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊക്കെ എപ്പോഴും പേരുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, ഈ കൈ നിറച്ച് പേരാണ്. ഇത് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒരിക്കൽ ഡോക്ടർ ചോദിച്ചു ഇതെന്താ ഡ്രോയിങ് ബുക്കാണോ ചോദിച്ചു. പക്ഷെ അന്ന് അങ്ങനെയാണ്. പിന്നെ അന്നത്തെ പ്രണയം എന്ന് പറയുമ്പോൾ
അന്നും ജനങ്ങളുടെ വായാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അന്ന് സോഷ്യൽ മീഡിയ അല്ല, നെറ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മളെവിടെ പോയാലും നമ്മളെ ഈ ആൾ ഇന്ന ഒരു കുട്ടീനെ പ്രണയിക്കുന്നതെന്ന് അറിയുമായിരുന്നു. അത് ഭയങ്കര, അതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു കല്യാണത്തിന് പോയാലും നമ്മളവിടെ ശ്രദ്ധിക്കപ്പെടും, ആ കുട്ടിക്ക് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അന്നത്തെ പ്രണയം ഭയങ്കര രസമായിരുന്നു. ഹനുമോള് ഇപ്പം വാപ്പിച്ച് പോകുമ്പോ വിളിക്കൂന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലോ, ഉമ്മച്ചി ഫോൺ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഏത് ലോക്ക് ഇട്ടാലും ഹനുമോള് കറക്റ്റ് ആയിട്ട് വാപ്പിച്ചിനെ വിളിക്കുന്നു. അതെങ്ങനെയാ, ട്രിക്ക് എങ്ങനെയാ, പിന്നെ എങ്ങനെയാ? പഴയ ഫോണിൽ ഇപ്പൊ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് സാംസങ്ങിന്റെ ഫോണായിരുന്നു. അപ്പോൾ മൂപ്പരാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴും ഇവള് ഫോൺ എടുത്ത് കളിക്കുന്നതുകൊണ്ട് വൈഫ് ലോക്ക് മാറ്റി. പക്ഷെ എന്നാലും അന്നമോള് എനിക്ക് വിളിക്കും. അതെങ്ങനെയാ പറഞ്ഞെടുക്ക്, എങ്ങനെയാ ഓർമ്മല്ലാതെ പറയില്ല. അപ്പോൾ പിന്നീട് ഞാൻ മോളോട് ചോദിക്കുകയാണ്, മോൾ എങ്ങനെ ഇപ്പൊ കോഡ് എങ്ങനെ മോൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞു, അത് ഞാൻ എമർജൻസി കോളിൽ പല നമ്പർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൺ ലോക്കായി കഴിഞ്ഞാലും എനിക്ക് കോൾ വരും. ആ ഒരു ട്രിക്ക് ഞങ്ങൾ പഠിച്ച അന്നമോളിൽ നിന്നാണ്. അതേമാതിരി ആ സമയത്ത് തന്നെ എങ്ങനെയൊക്കെ വാൾപേപ്പറൊക്കെ മാറ്റുമായിരുന്നു. ഇതൊക്കെ ഒരു 4-5 വയസ്സ് ആ സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഫുള്ള് എല്ലാവരുടെ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഹനുമോളാണ്. എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച്. അതെ അതെ. അതേപോലെ അതെന്താന്ന് വെച്ചാലേ, ഇപ്പോൾ മറ്റ് രണ്ടുപേരും പുറത്തു പോകണമെന്നൊന്നും ഇതുവരെ പറയാറില്ല. അപ്പോൾ അതെല്ലാം മൂപ്പരാളെ പറയാം, ഞങ്ങൾക്കൊന്ന് പുറത്തു പോയാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും. അവർ രണ്ടാളും ഭയങ്കര സൈലന്റാ. ഇപ്പോൾ ഒന്നും ആഗ്രഹങ്ങളൊന്നും പറയാത്തൊരു ആളുകളാണ്. പക്ഷെ എല്ലാം മൂപ്പരാൾ വന്ന് പറയും. ഭയങ്കര സംഭവമാണ് അത്. നേരിട്ട് നിങ്ങൾ പരിചയമില്ലാത്തോണ്ട് ഇപ്പൊ ഈ ചമ്മലിൽ സംസാരിക്കാൻ സംസാരിക്കാണ്. ഇപ്പൊ നമ്മൾ എത്ര നാള് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിട്ടിയ പെണ്ണം, ആ സോങ്ങും ഭയങ്കര ഒരു ഓളുണ്ടാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, അത് നമ്മുടെ ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അതിലിങ്ങനെ ഇടക്കിടക്കിടക്കിടക്ക് ആ സാധനം വരും. പക്ഷെ എനിക്ക് ഒരിക്കലും അതിന്റെ സീൻ കാണാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടാറില്ല. ഞാൻ ഓടി വരുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ അത് തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ഓടി വന്ന് ഞാൻ വീണിട്ടൊക്കെ ഉണ്ട് തെന്നി ആ പാട്ടാണ്. അപ്പൊ അതും ഭയങ്കര ഓളം ഉണ്ടാക്കി. അപ്പൊ അതിലെ തുടക്കത്തിൽ ഈ ലിറിക്സ് ഇങ്ങനെയാണല്ലോ, ഞാൻ കിട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം. ആ സമയത്ത് മാരീഡ് ആയിരുന്നില്ലേ? അപ്പൊ വൈഫ് ചോദിച്ചിട്ടുണ്ട് അതെന്തൊക്കെ അങ്ങനെ ഒരു എടുത്ത്? അല്ല, ആ സമയത്ത് പറഞ്ഞില്ല. ഞാനേ സത്യത്തില് എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലുള്ള സമയത്ത് ആരോ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക, നിങ്ങളെന്താ പ്രണയഗാനം മാത്രം പാടുന്നത്, പ്രേമിച്ച പെണ്ണ് അങ്ങനെ ചോദിക്കുന്നത്. അന്ന് നാടൻ ശൈലിയാണ്. പ്രേമിച്ച പെണ്ണിനെ കുറിച്ച് മാത്രം പാടുന്നത്, നിങ്ങൾ എൻ്റെ വൈഫിനെ കുറിച്ച് പാടാത്തതെന്ന് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈ കേസൻ്റെ വർക്കുകൾ 8 പാട്ട് ഓർക്കസ്ട്രേഷന് കൊടുക്കുന്ന സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വൈഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ എന്നിട്ട് കോമഡി ആയിട്ട് ഞാൻ എന്നിട്ട് പാടുകയാണ്, ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം പറവാണ്, പിന്നെ എന്തൊക്കെയോ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തതിൻ്റെ ശേഷം നോക്കുമ്പോണ്ട് അന്നത്തെ സൗണ്ട് എഞ്ചിനീയർ ഈ പാട്ടാണ്ട് പാടുന്നു. ഈ പാട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇടുന്നു, ഇനിയിപ്പോൾ പാടുന്നത് കേട്ടുന്നു. അപ്പോഴാണ് ഞാൻ എന്നാൽ ഈ പാട്ട് എടുത്താലോ എന്ന് തോന്നിപ്പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആ വർക്കിലാ പാട്ട് ഉൾപ്പെടുത്തുന്നത്. പിന്നെ അത് വലിയൊരു ടെൻഷൻ, കാരണം ഈ ആദ്യത്തെ വരി മാറ്റാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അതിൽ പിന്നീടുള്ള വരികളൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇതറിഞ്ഞ് ഇത് ഹിറ്റായി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് പല ഭർത്താക്കന്മാരും പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പാട്ടിലൂടെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പാണ് വൈഫിനോട് തുറന്നു പറഞ്ഞത്. അന്ന് ആ സോങ്സ് ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞങ്ങളൊരു കല്യാണത്തിൽ വല്ല എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചോദിക്കും, ഇതാണല്ലേ ചന്തം കുറഞ്ഞ മണ്ണില്ലേ എന്നാണ് ചോദിക്കുക. അപ്പം അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞേ, അതിന് ആ വരി മാത്രമല്ലേ പ്രശ്നമുള്ളൂ, പിന്നെ അടിപൊളി വരിയല്ലേ ഫുള്ളായിട്ട് എഴുതി വെച്ചുള്ളൂ, മായും ഇത്ര നല്ല പെണ്ണ്. അപ്പം എന്നോട് പറയാം, ഒരാൾ തെറി നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പിന്നെ കുറേ പൊക്കി പറയേണ്ട കാര്യം ഉണ്ടാവുന്നത്. ഇപ്പോഴും ഭയങ്കര അത്ഭുതം ആ പാട്ട് തൊട്ട്. ഇപ്പോഴും എല്ലാ സ്റ്റേജിലും ആ പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്, അത് പാടാതെ പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതും ഒരു അപ്രതീക്ഷിത തെറ്റ് തന്നെയായിരുന്നു ആ പാട്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആവശ്യപ്പെടുന്നു ആ പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും, ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ്,
ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ, സ്നേഹത്താൽ എന്നെ ഉറക്കും എൻ്റെ നിലാവിലെ സുന്ദരിയ, ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ, 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ, പവിഴപ്പൂമിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ. ബാക്കിയൊക്കെ നല്ല വരികയാണ്. എല്ലാം സൂപ്പറാ. പക്ഷെ ചില വരി പാടിയപ്പോ വാപ്പിച്ച് മോളെ നോക്കിയാ പാടിയ നമ്മള് അതില് ഇത് ഉമ്മാനെ കുറിച്ചിട്ടല്ലേ പാടില്ല അല്ലേ? അല്ലേ? പക്ഷെ ഇപ്പൊ മോളെ കുറിച്ചിട്ടാ ചില വരികളൊക്കെ അല്ലേ? അത് ഞാനേ ഉമ്മ ഇടയ്ക്ക് ഇവിടെ സ്കൂളിൽ പോകാൻ മടിച്ചതിനൊക്കെ വഴക്ക് പറയും. അപ്പം എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇതിലൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ലല്ലേ ഞാൻ പറയുന്നത്, ഞാൻ വേറെ ഒന്നും കൂടി. അപ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട്. ആരാ പറഞ്ഞു കൊടുക്കുക? അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു എന്നാ ഇതാ ഞാൻ പറയുന്നത്, ഉമ്മ ലക്ഷ്മി ചേച്ചിയാണെങ്കിൽ മോളൊക്കെ എപ്പോഴും കാണാം, മോളെ വഴക്ക് പറയില്ലാന്ന്. അപ്പൊ എന്താ പറയാ അല്ലേ? അപ്പൊ എന്താ പറയാ? എനിക്ക് വല്ലപ്പോഴും കണ്ടാ മതി, എപ്പോഴും കണ്ടാ. ഹനമോൾ ദേഷ്യപ്പെടാറുണ്ടോ? ഇന്നേറ്റ് മാത്രമേ ദേഷ്യപ്പെടാത്തുള്ളൂ. മലട്ടൊക്കെ ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുമ്പോ എന്താ ചെയ്യാ? പറഞ്ഞോടക്ക് വഴക്കുണ്ടാക്കും ഇക്കാക്കാനോട് ഇത്താത്താനോടും. എന്തിനാ വഴക്കുണ്ടാക്കാം? അത് അവര് ഇക്കാക്കും താത്തി എപ്പോഴും ഉമ്മക്കുമ്പളെ എപ്പോഴും ഉമ്മച്ചൂണ്ട. അപ്പോൾ ഉപ്പരാള് പറയ്ക്ക് വെല്ല കുടിച്ചൂടെ മുഖം എന്നൊക്കെ ഇട്ട് അവരടിക്കും. ഇക്കാക്ക് ഇത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഉമ്മ നിൽക്കുക. എപ്പോഴും ഇപ്പോഴും ആള് 11 വയസ്സ് കഴിഞ്ഞെങ്കിൽ കൂടി ഈ വീട്ടിൽ ഞങ്ങൾ അയൽവാസികൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഫാമിലിക്ക് മൊത്തം അന്നമോൾ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. ഇവിടെ വരുന്ന ആളുകളായാലും അവർക്കൊക്കെ അറിയാം അന്നമോൾക്ക് 11 വയസ്സായിട്ടുള്ളൂ എന്നൊക്കെ. ഈ 11 വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ അറിയാം. എന്നാലും അന്നമോൾ എടുക്കും. കുറെ ആളുകൾ പ്രോഗ്രാംസിന് പോയാലും അന്നമോൾ എടുത്തെടുക്കും. അപ്പോൾ ഇപ്പോഴും ഈ വീട്ടിൽ ഭയങ്കര ഒരു ചെറിയ കുഞ്ഞു ബേബിയാണ്. സംസാരം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വാപ്പിച്ച് പാട്ട് പാടി രണ്ടാമത്തെ. അപ്പൊ ഇനി ഹനമോള് വാപ്പിച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടും. ഹനമോൾക്ക് വാപ്പിച്ചിയുടെ ഫേവറേറ്റ് സോങ് പാടും. പാടിക്കൊടുക്കും. നിഴലും പിന്നാലെ കാണോ അനക്കൂവമാണി പുതുസാക്കോ. ബാക്കി ഇവിടെ പാലേ തേനര പായാസം കേക്കുത കാറ്റേ വീസല കാട്ടാടി കേക്കുത കുറ്റമല്ല. ആ പാട്ട് ഫുള്ള് പാടാറുണ്ട്. അതാണോ ഫേവറേറ്റ്?